ഒരു പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റിൽ ജസ്റ്റ് 10 മിനിറ്റ്സിൽ നമുക്കൊരു പുഡിംഗ് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. പുഡിങ്ങിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പാക്കറ്റ് പാലാണ്. അതിൽ കുറച്ച് പാല് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്കൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. ഈ ടൈമിൽ തന്നെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ പാലൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഇതുപോലെ ചെറിയൊരു കഷ്ണം ചോക്ലേറ്റ് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ ക്രീമില്ലേ അതുകൂടി ഒന്ന് ആഡ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കോഫി പൗഡറാണ്. ഞാൻ 1 സ്പൂൺ ബ്രൂ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമ്മുടെ പാലിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു 4 സ്പൂൺ കോൺഫ്ലോറും 3 സ്പൂൺ കൊക്കോ പൗഡറും കൂടി പാലിൽ മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഈ ഒരു മിക്സ് നമ്മുടെ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാൽ നന്നായിട്ട് കുറുകി തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അങ്ങനെ നന്നായിട്ട് ഇളക്കി ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്ന ട്രേയിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഓറിയോ ബിസ്ക്കറ്റ്സ് അല്ലേ, അത് പാലിൽ മുക്കി ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ ട്രേ ആണ്. ഇതുപോലെ 2 ട്രേയിൽ സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ ട്രേ ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി. അങ്ങനെ ഒരു ലെയർ ബിസ്ക്കറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത ലെയറായിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് വീണ്ടും നമുക്ക് പാലിൽ ഡിപ്പ് ചെയ്ത് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഇനി അതിന് പുറമെ നമുക്ക് വീണ്ടും പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഈ ഒരു സ്റ്റെപ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 3 ലെയേഴ്സ് ആയിട്ടാണ് നമ്മുടെ കോഫി ചോക്ലേറ്റ് പുഡിംഗ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ചൂട് മാറുന്നതിന് ശേഷം 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. അങ്ങനെ ഫ്രീസറിൽ നിന്ന് നമുക്ക് കിട്ടിയ നമ്മുടെ പുഡിംഗ് ആണിത്. ഇത് ഞാനാണെങ്കിൽ നോമ്പ് തുറന്ന് ഓടി വന്നത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പൊന്നു, ഇത് കാണാൻ തന്നെ എത്ര യമ്മിയാന്ന് നോക്കിയേ. നിങ്ങളിത് എന്താണെങ്കിലും ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.